ഹലോ ഗൈസ്, ഇന്ന് സനിക്കാക്കന്റെ വക എന്താണ്? സനിക്കാക്കന്റെ വക എന്താണ്? എന്റെ വക എന്താ പറയാ, നമുക്ക് കാണാം. അപ്പൊ നമ്മള് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള മാങ്ങ മേടിക്കാൻ വേണ്ടി പോവാണ്. സോറി, മാങ്ങ അല്ല, മാംഗോ. നാട് മൊത്തം ബ്ലോക്കാണ്. നമ്മള് മിക്കവാറും നമ്മളെ പുഡിംഗ് ക്യാൻസൽ ആക്കേണ്ടി വരും. നമ്മൾ മാങ്ങക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് നമുക്ക് മാങ്ങ ഏതോ നാട്ടിൽ നിന്ന് മാങ്ങ കിട്ടി ഗൈസ്. ഇനി ഇത് ഉണ്ടാക്കണം ഗൈസ്. മാങ്ങക്ക് തെരഞ്ഞ് രാത്രിയായി. അതുകൊണ്ട് നമ്മളെ എന്റെ പല്ല് മാത്രം ഇങ്ങനെ കാണുള്ളൂ. ഫൈനലി നമ്മള് മാങ്ങ വാങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോലൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനാഗ്രാസും പാലും ഒക്കെ ഇവിടെ പപ്പടപാത്രം കാണിക്കാം. പപ്പടപാത്രം ഇല്ല കേട്ടോ, പപ്പടം ഒന്നും വേണ്ടേ, നമുക്ക് ഇത്രയും സാധനം മതി. പാലും മാംഗോ, മിൽക്ക് മെയ്ഡ്, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാം. ചൈനാഗ്രാസ് ആണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ. ഗൈസ്, എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് എന്താ അറിയോ സൻകാക്ക, നമ്മൾ ഈ മറ്റേ ഓൺലൈനിലൊക്കെ സാധനം മേടിക്കൂലേ, നമ്മൾ നൈക്കേന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. അപ്പൊ അതിന്റെ ആ ഒരു പാക്കിങ്ങിന്റെ കൂടെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്പോഞ്ച് പോലത്തെ സാധനം, അതുപോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് ചൈനാഗ്രാസ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് അതെറ്റാണോ? അതേപോലത്തെ ഒരു ഐറ്റംസ് ആണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്യാനാ ചൈനാഗ്രാസ്. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ ഈ ഏരിയയിലുള്ള ആളല്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ആൾ മാത്രമാണ്. ബിക്കോസ് എനിക്കല്ല, സനിക്കാക്കാണ് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാനുള്ള പൂതിയുള്ളത്. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പുഡിംഗ് ഒന്നും ഉണ്ടാക്കാനുള്ള പൂതിയും ഇല്ല, തിന്നാനുള്ള പൂതിയും ഇല്ല. ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നമ്മള് തിന്നു ഗൈസ്. കിട്ടിയാ തിന്നു സനിക്കാക്ക, വെറുതെ കിട്ടിയാൽ ആരും വേണ്ടാന്ന് വെക്കോ? നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അതൊക്കെ എൻ്റെ അമ്മച്ചിന്റെ വിലപ്പെട്ട പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ്. അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു റാക്കാണത്, കയറ്റി വെക്കാൻ. ഇനി വ്ളോഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ആ മുഫീദിന്റെ വീട്ടിലെ റാക്ക് എന്താ അങ്ങനെ ഇങ്ങനെ. അതിന് വേണ്ടി മാത്രം എൻ്റെ അമ്മ ഉണ്ടാക്കിയ റാക്കാണ്. അപ്പൊ അതുമതി എൻ്റെ അമ്മന്റെ പാത്രം മാത്രം ഉണ്ടായിരിക്കും. മാങ്ങ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. പഞ്ചസാര ഇടണ്ട കാക്ക, ആൾക്കാർ ആയിരിക്കും ഞാൻ എന്റെ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. എന്താ ചെയ്യാനാ? ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോ ചെറിയ കുട്ടികളാകുമ്പോ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും കഴിയൂല. ഇതിൻ്റെ ഒക്കത്തെ ഒരു കുട്ടി ഉണ്ട്. ഇനി അപ്പൊ കുട്ടീനെ ഞാൻ താൽക്കാലികമായിട്ട് ഒരാളടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കണേ. ആയ കാലത്ത് എല്ലാ സഹായങ്ങളും എന്നെ കൊണ്ട് കഴിഞ്ഞമാതിരി ഞാൻ ചെയ്തു കൊടുത്തി. ഇപ്പൊ എനിക്ക് അതിന് പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ കാണുന്ന വിചാരിക്കും ഞാൻ എന്താ എന്റെ പുതിയാപ്പളിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണേ ആണ് ഗൈസ്. എന്റെ മോളെ നോക്കാൻ വേണ്ടി വന്ന ആയമ്മാണ്. അപ്പൊ നമ്മള് ഇവിടെ ഫുഡിങ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പാത്രങ്ങളൊക്കെ ഞാൻ കേൾക്കണം, ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കണം. സോറി ഗൈസ്, സംസാരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചായ കിട്ടുന്നപ്പോ സൻകാക്ക് ഇതില് മിൽക്ക് മേഡ് കഴിച്ച്. പാത്രത്തിൽ ഇവിടെ കുറച്ച് കട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് കുറച്ച് ലൂസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലൊക്കെ ആവും. എനിക്കൊക്കെ പറഞ്ഞോണ്ട് എന്തിനാണ്, എനിക്കത് സർപ്രൈസാ. എന്താണ് വേണ്ടി? ഈ പ്ലേറ്റ് വായോ? അപ്പോൾ അത് ഒഴിച്ചു വെക്കാൻ ഈ ഒരു എന്താ പറയുക പാത്രമാണ് നമ്മൾ എടുത്തത്. ഇതിൻ്റെ എന്താ പറയുക, ഇതുമേലുള്ള ഈ സ്ട്രെച്ച് മാർക്കും കുത്തുകളൊന്നും കണ്ടിട്ട് വിലയിരുത്തരുത്. ഇത് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വരുന്ന ഒരു പാത്രമാണ്. എൻ്റെ വല്യപ്പൻ്റെ കാലം മുതൽക്കുള്ള പാത്രം, ഞാൻ ജനിച്ച കാലം മുതലേക്ക് പാത്രം അവിടെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ കേടുപാടുകളൊക്കെ ഈ പാത്രത്തിനുണ്ട്.
ഏ ഞാൻ വീഡിയോഗ്രാഫർ വെറുതെ എടുക്ക ക്യാമറ ഗ്യാസിന്റെ അടുത്ത് പൊട്ടി തെറിക്കോ? അതൊക്കെ മടിയന്മാരും മനുഷ്യരും പറയുന്ന ഓരോ അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാം. സനിക്കാക്ക ഇതാ നമ്മുടെ മാംഗോന്റെ സംഭവം നമ്മുടെ പാരമ്പര്യമായി കൈമാറി വന്നിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നു. ഇത്ര ഉണ്ടാവുള്ളൂ? തോനാളെയും വിളിച്ചിരുത്തിക്കാണ്ട് ഇത് കുറച്ചുകൂടെയല്ലോ. ഓക്കെ ഓക്കെ. ഈ കിച്ചണിന്റെ കോലം കണ്ടിട്ട് അതും തെറ്റിദ്ധരിക്കണ്ട. ഒരു അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഇതിനാണ് അടുക്കള എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി പാത്രം കൊണ്ടുവെക്കൂലല്ലോ സനിക്കാക്ക. ഈ ചെമ്പും പാത്രമൊക്കെ നമുക്ക് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി പറ്റൂല. അത് അടുക്കളയിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഇവിടെ വെച്ച് ഇതൊക്കെ നമ്മൾ പണി കഴിഞ്ഞിട്ട് നമ്മളെ പുഡിങ്ങൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ വൃത്തിയാക്കി വെക്കും. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കി വെക്കും. മുപ്പര് പുഡിങ് ഉണ്ടാക്കി മുപ്പര് പോകും, ഞാൻ ഒറ്റയ്ക്ക്. നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഫുള്ള് മെൽറ്റായോ? അതിൽ ഇനിയുണ്ടല്ലോ തരി തരി. ഉണ്ടാവും. അത് മതി നാല്. ഇത് തിളക്കിനയിൽ ഇതിട്ടാൽ ഇത് ചൂടുണ്ടാവും ഈ സുനാപ്പി തൊടുമ്പോ. കാക്ക എന്നോട് പറയാതെ ഇതിൽ ചൈന ഗ്രാസ് ഒഴിച്ച് സാരമില്ല. അപ്പൊ അത്രേ ഉള്ളു. ആ മെൽറ്റ് ചെയ്തത് ഇതിൽ ഒഴിക്കുക അത്ര തന്നെ. പ്രത്യേകിച്ച് ഇപ്പൊ കാണിക്കാനൊന്നുമില്ല. എന്ത് നിങ്ങള് വിളിക്കാഞ്ഞേ? ഒക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അതിനൊക്കെ വിളിക്കാണ്ട് നിങ്ങളിന്നെ. ഞാനതാണ് നമ്മളിത് സ്പീഡ് ഈ സാധനമൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ശീലാണ്. സ്റ്റോപ്പോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി അടുത്തത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉപദേശത്തിനൊരു കുറവില്ലേ ഗൈസ്? എന്നെ സനക്കാക്ക എല്ലാം ഉപദേശിക്കും. അതിനനുസരിച്ചിട്ട് ഞാൻ തല തിരിഞ്ഞു. ഇന്നെ ആരൊക്കെ ഉപദേശിച്ചോ? പക്ഷെ ആ സനക്കാക്ക ഉപദേശിച്ചിട്ട് നന്നാവട്ടോ. കാരണം സനക്കാക്കൻ്റെ ഇതാണിത്, കൽബ്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവിടെ ഞാൻ അത്രയൊക്കെ സൂയിപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ മിൽക്ക് മേഡ് അടിച്ച് കയറ്റാണ്. ആ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നി 2 പാത്രത്തിലും മാങ്ങ ജ്യൂസ് ആക്കി വെച്ചത്. ഒന്ന് കട്ടിയുള്ളത് ഒന്ന് കട്ടിയില്ലാത്തത്. അപ്പോൾ കട്ടിയുള്ളതാണ് നമ്മൾ പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. കട്ടിയില്ലാത്തത് സനക്കാക്ക് സർപ്രൈസ് ആക്കി വെച്ചതൊന്നല്ല. അത് ജ്യൂസിന് വേണ്ടി മാറ്റി വെച്ചത്, ജ്യൂസാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പുഡിങ്ങിന്. തികയോ അറിയില്ല. ഒരു ജുമാക്കുള്ള ആൾക്കാരെ വിളിച്ച് എത്തുകയും ചെയ്തിട്ടാണ്. ആകെ ഒരു സാധനം ഉള്ളൂ. ഞാൻ എന്താ കുറേശ്ശെ തന്നാൽ മതി. ചൂടാറാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ഫാനൊക്കെ ഇട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിന്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും വാവെന്നൊന്നും പറയാൻ പറ്റൂല. മറ്റേ സ്കൂൾ വിട്ട പോലത്തെ പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ വീണ്ടും ഇറങ്ങും. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മൾക്ക് ഈ പുഡിങ് ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതുവരെ അവിടെ കിടക്കട്ടെ. നമ്മളെ പുഡിങ് തിന്നാൻ വേണ്ടി റിദാൻ വന്നിട്ടുണ്ട്. ഓനങ്ങനാണ് ഇത്യമാതിരി അവിടെ നിൽക്കും അനങ്ങാതെ. പുഡിങ് കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങോട്ട് ഇട്ടോട് കുമാരേട്ടാ. നല്ല മോള് ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഇത് അടപ്രഥമത്തിനെ പോലെ ആയിട്ടുണ്ട്. മാംഗോ ആയതുകൊണ്ടാണ്. ആ നേരത്തെ ഇളനീരാകുമ്പോൾ തേങ്ങാവെള്ളം ഇതേപോലെ ചെയ്ത് വെച്ചാൽ ഒരു ഗ്ലാസ് ടൈപ്പ് കാണാം. ഇതിപ്പോൾ നമ്മൾ മാങ്ങ കൊണ്ട് തന്നെ ആക്കിയോണ്ട് ഇത് ഇനി ഫ്രിഡ്ജ് വെക്കണം. ഇനി ഫ്രിഡ്ജ് വെക്കണേ വെക്കാം. ഇതിപ്പോൾ സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കട്ട കിട്ടും മാംഗോൻ്റെ.
ഇത് മാംഗോയിൽ നമുക്ക് വേണമെങ്കിൽ പച്ചളത്തിൽ നിന്ന് മധുരം കൂട്ടിയിട്ട് ഇതേപോലെ ഗ്ലാസ് ടൈപ്പിലാക്കി എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഗ്ലാസ് പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മാംഗോൻ്റെ തന്നെ ചേർത്ത്, അതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ ഗ്ലാസ് ആകുമ്പോൾ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഇതില്ലേ കഷ്ണം കഷ്ണം അതിന് കുറച്ചൊരു ഫ്രിഡ്ജിൽ കുറച്ച് തിക്നെസ് ആയിക്കോട്ടെ. നമ്മളെ പുഡിങ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് ഐസ് ക്യൂബ് പോലെ ഉള്ള മാംഗോസ് ആ ജ്യൂസിലേക്ക് ഇട്ടിട്ട് ഇപ്പം നേരെ ഒന്നും കൂടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തണുത്ത് വരാൻ. അപ്പോൾ തണുത്തിട്ട് നമുക്ക് ഇനി തിന്നുന്ന വീഡിയോ എടുക്കാം. ഗൈസ്, എൻ്റെ മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് കഴിക്കാൻ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയ പുഡിങ് നമ്മൾ വിചാരിച്ചതിലും തോനെ ആൾക്കാർ വന്നെന്ന് കഴിച്ചിരിക്കുകയാണ്. എൻ്റെ കുട്ടീനെ ഞാൻ തിന്നാൻ വിളിച്ചത്, പക്ഷെ കുറേ ആൾക്കാർ വന്നു. ഗൈസ്, എൻ്റെ കുട്ടിയുടെ മാംഗോ പുഡിങ് തിന്നണു. എന്റെ പുഡിങ് തിന്നാൻ വേണ്ടി പന്തിരങ്കാവുന്ന വന്നു. എന്റെ ടെസ്റ്റർമാരത് ഒന്നും പറയാനില്ല. വീട്ടിലെത്തിട്ട് വേണം പോവാന്. ഞാൻ ഉണ്ടാക്കിയല്ലേ ടേസ്റ്റ് ഉണ്ട്.